ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചില കമൻസ് വന്നത് അത് കുറച്ച് മലയാളത്തിൽ പറഞ്ഞ് കുറച്ചുകൂടി നന്നായിരിക്കുമെന്നാണ് പറഞ്ഞത്. നല്ലൊരു അഭിപ്രായമായതുകൊണ്ട് ഞാൻ മാക്സിമം അത് മലയാളത്തിലേക്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും സൂചിപ്പിക്കുന്നു. സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞു. വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് വാചകത്തെ 4 തരംതിരിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന പദങ്ങളുടെ വേർഡ്സിൻ്റെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് വാചകത്തെ 4 തരംതിരിച്ചിരിക്കുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് അസർട്ടീവ് സെൻറ്റൻസ്. അസർട്ട് മീൻസ് സേ ഓർ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ വാചകം. അതിനെ സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയാറുണ്ട്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും പറയാറുണ്ട്. എക്സാമ്പിളായിട്ട് റഹീം ഈസ് എ ഗുഡ് ബോയ്. റഹീം ഒരു നല്ല കുട്ടിയാണ് എന്നൊരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ ആം കമ്മിങ് ഫ്രം ട്രിച്ചൂർ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയാം, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ വാചകം അസർട്ടീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ വേറൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവന, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. വി ഡിക്ലെയർ സംതിങ്. അതിന് എക്സാമ്പിളാണ് റഹീം ഈസ് എ ഗുഡ് ബോയ്, ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം സ്റ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ വരേണ്ട കാര്യം ഇല്ല. രണ്ടാമത്തെ വാചകമാണ് ഇംപെരേറ്റീവ് സെൻറ്റൻസ്. ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ, കൽപ്പന, ആജ്ഞ, അപേക്ഷ. അപ്പോൾ ഈ കൽപ്പന, ആജ്ഞ, അപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കിൽ ഹിം, ഉദാഹരണം. ഒരു വേറെ കമിയർ, ഇപ്പോൾ മാഷ് പറയണം കമിയർ, ഒരു ഓർഡർ പറയണ പോലെ. അതേസമയം ഒരു സാധാരണക്കാരൻ പറയാൻ ആരോടെങ്കിലും മുതിർന്നവരോട് പറയണമെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ഇതൊരു കൽപ്പനയാണ്, ഇതൊരു ആജ്ഞയാണ്, ഇതൊരു അപേക്ഷയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വാചകമാവണമെങ്കിൽ അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വേണം. അപ്പോൾ സബ്ജക്റ്റ് എപ്പോഴും തുടക്കത്തിലാണ് സാധാരണ കാണുക. അതേസമയം ഇവിടെ സബ്ജക്റ്റ് കാണുന്നില്ല. അപ്പോൾ നിങ്ങളെന്ന് പറയും കിൽ ഹിം, അവനെ കൊല്ലുക. ആര്? നിങ്ങൾ. അപ്പോൾ ഈ ഇംപെരേറ്റീവ് സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ കൽപ്പന, ആജ്ഞ, അപേക്ഷയുടെ സബ്ജക്റ്റ് എപ്പോഴും യു എന്നുള്ളതായതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച്. ഇപ്പം കിൽ ഹിം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സ്വഭാവം എന്താ? ഒരു ആജ്ഞയാണ്, ഒരു കൽപ്പനയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വഭാവവും അർത്ഥവും അനുസരിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇംപെരേറ്റീവ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എപ്പോഴും യു ആണ്. യു കിൽ ഹിം, യു കം ഹിയർ, യു പ്ലീസ് ഹെൽപ്പ് മീ. ആയതുകൊണ്ട് ദർ ഇസ് നോ നീഡ് ടു മെൻഷൻ ഇറ്റ്. ഇത് ഇവിടെ സൂചിപ്പിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഈ സബ്ജക്റ്റ് ഇവിടെ എഴുതണമെന്നില്ല, എന്നാൽ അത് അവിടെ ഉണ്ട്. അപ്പോൾ യു കിൽ ഹിം, യു പ്ലീസ് ഹെൽപ്പ് മീ, ഇതാണ് അതൊരു ഇംപെരേറ്റീവ് സെൻറ്റൻസ് വന്നത്. അപ്പോൾ രണ്ടും മനസ്സിലായി. കൽപ്പന, ആജ്ഞ, അപേക്ഷയാണ്. ഇനി മൂന്നാമത്തെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഗീവ്സ് എസ് സഡൻ എക്സ്പ്രഷൻ ഓർ ഫീലിംഗ്. പെട്ടെന്നൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക, ഒരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നൊക്കെ പറയും, ഞെട്ടുന്ന പോലെയുള്ളത്. അതിന് ആശ്ചര്യവാചകം എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. ഒരു എക്സാമ്പിൾ, ഹൗ ബ്യൂട്ടിഫുൾ. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് സബ്ജക്റ്റ് ഇല്ല, വെർബില്ല. അപ്പോൾ എന്താ ഇതിൻ്റെ സബ്ജക്റ്റും വെർബ്? ഈ ആശ്ചര്യം ഞാൻ മാറ്റണു, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. സബ്ജക്റ്റ് വെർബ് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഈ ആശ്ചര്യവാചകത്തിൻ്റെ സബ്ജക്റ്റും വെർബ് എവിടെയാണ് കിടക്കണേ? അവസാനത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് വാചകം മാറും എന്ന് പറയുന്നത്. ഇതിന് സാധാരണ വാചകമാണെങ്കിൽ എങ്ങനെയാണ്? ഈ സബ്ജക്റ്റ് വെർബ് കൂടി പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ വാചകമായി മാറി, സാധാരണ വാചകമായി മാറും. അതേപോലെ തന്നെ വാട്ട് എ ക്ലവർ ബോയ്, ഇതിൽ സബ്ജക്റ്റ് വെർബ് ഇല്ല, അത് നമ്മൾ എഴുതാണ് ഹി ഈസ്. ആശ്ചര്യനോട്ട്. അപ്പോൾ ഈ ഈസ്, അപ്പോൾ ഇത് സാധാരണ വാക്യം പറയും ഹി ഈസ് എ വെരി ക്ലവർ ബോയ്. ഈസ് എ വെരി ക്ലവർ ബോയ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ആശ്ചര്യമാക്കും. വാട്ട് എ ക്ലവർ ബോയ് ഹി ഈസ്. ചിലപ്പോൾ ഇത് കാണാറില്ല, അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇറ്റ് ഈസ് ഉള്ളതിന് വരെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഇറ്റ് വാസ് ആക്കാം, ഇറ്റ് ഹാസ് ബീൻ ആക്കാം, ഇറ്റ് ഹാഡ് ബീൻ ആക്കാം. അതുപോലെ ഈ വാസ് ആക്കാം, ഈ ഹാഡ് ബീൻ ആക്കാം, ഈ ഹാസ് ബീൻ ആക്കാം. കേട്ടില്ലേ? അപ്പോൾ ആശ്ചര്യവാചകമായി. ഇനി നാലാമത്തെ വാചകമാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ,
ചോദ്യവാക്കുകൾ. ചോദ്യവാചകങ്ങൾ എന്നാണ് നമ്മൾ സാധാരണ വാചകങ്ങളാണ് നമ്മൾ സാധാരണ പറയാറ്. ചോദ്യവാചകങ്ങൾ രണ്ട് തരം. വേവേഡ് ക്വസ്റ്റ്യൻ. വേവേഡ് എന്ന് പറഞ്ഞാൽ WH ക്വസ്റ്റ്യൻ എന്ന് പറയും നമ്മൾ. വേവേഡ് എന്ന് പറഞ്ഞാൽ വേറ്, വെന്ന്, വിച്ച്, വാട്ട്, ഹൂവ്, ഹൂസ്, ഹുമ്മ്. ഇതാണ് ഈ വേവേഡ്. ഈ പദങ്ങൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ വേവേഡ് ക്വസ്റ്റ്യൻ എന്നും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേഡ് ക്വസ്റ്റ്യൻ എന്നും പറയും. അതേസമയം സഹായക്രിയകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് സഹായക്രിയ അറിയുമോ എന്ന് ചോദിച്ചാൽ മുഴുവൻ അറിഞ്ഞൊന്നും വരില്ല. സഹായക്രിയകൾ എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ്സ് അല്ലെങ്കിൽ ഓക്സിലിയറി വെർബ്സ് എന്നും പറയും. സഹായക്രിയകളുടെ പേരാണ് ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലിയറി വെർബ്. ഇവ 24 എണ്ണം ഉണ്ട്. അപ്പോൾ മുഴുവൻ അറിയുമോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു 3 മിനിറ്റ് തന്നെ ഏത് പഠിക്കാവുന്നതുള്ളൂ. സഹായക്രിയകൾ 3 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നതുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു സഹായക്രിയ ഡു ആണ്. ഡു യു കം വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? വരുമോ? ഡു യു കം വിത്ത് മീ? അപ്പോൾ ഈ സഹായക്രിയ സബ്ജക്റ്റിന് മുമ്പ് വന്നിട്ട് സബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെർബ് ഡൂവും കമ്മുമാണ്. കമ്മിൽ നിന്ന് നമ്മൾ സഹായക്രിയനെ കൊണ്ട് പൊളിക്കണം. അങ്ങനെയാണ് ഡു വരുന്നത്. ഡു യു കം വിത്ത് മീ? നീ എൻ്റെ കൂടെ വരുമോ? ഇവിടെ സഹായക്രിയ ഡു കേട്ടില്ലേ? അപ്പോൾ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വന്നാൽ ചോദ്യമായി മാറും. വെറും ചോദ്യം അടയാളം ഇട്ടുകൊണ്ട് ചോദ്യം ആവില്ല. യു കം വിത്ത് മീ എന്ന് പറയുമ്പോൾ സംസാരത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ അത് ചിലവായെന്ന് വരും. പക്ഷേ റിട്ടേൺ ഇംഗ്ലീഷിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓർഡർ കീപ്പ് ചെയ്യണം. അതായത് വെർബിനെ സഹായക്രിയ വാചകത്തിലില്ലെങ്കിൽ അതിലത്തെ വെർബിനെ പൊളിച്ച് സഹായക്രിയ സബ്ജക്റ്റിന് മുമ്പ് ഇടണം. അതാണ് ഇത് പറയുന്നത്. യു എന്നുള്ളതിന് മുമ്പ് ഡു ഇട്ടുള്ളത്. ഡു യു കം വിത്ത് മീ? ഇങ്ങനെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് രണ്ട് തരം. വേവേഡ് ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. വേവേഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ WH ചോദ്യങ്ങൾ. WH പറയുന്ന വാക്കുകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ വേവേഡ് ക്വസ്റ്റ്യൻ എന്നും സഹായക്രിയ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നും പറയും. ഒരു ചോദ്യം ആവണമെങ്കിൽ ആ വാചകത്തിലെ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ നിർബന്ധമാണ്. 99%. 1% മാത്രം ഈ നിയമം ബാധകമല്ല. ഏത് നിയമം ബാധകമല്ല? ഒരു ചോദ്യവാചകം ഉണ്ടാവണമെങ്കിൽ അതിലെ സഹായക്രിയ സബ്ജക്റ്റിന് മുമ്പ് വരണം. ദ ഓക്സിലറി വെർബ് ഷുഡ് പ്രിസീഡ് ദ സബ്ജക്റ്റ്. അങ്ങനെയാണ് പറയാം. പ്രിസീഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, മുമ്പ് വരണം. അപ്പോഴേ ചോദ്യമാവുള്ളൂ. എന്നാൽ 1% അങ്ങനെയല്ല. എങ്ങനെയാ വെച്ചാൽ എപ്പോഴാ വെച്ചാൽ ചോദ്യവാക്ക് തന്നെ സബ്ജക്റ്റായി വരുന്ന ചില അവസരങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന നിയമം ബാധകമല്ല. ഒരു എക്സാമ്പിളായിട്ട് പറയണമെങ്കിലേ എവിടെ എഴുതുന്നില്ല. ഹൂ ടോട്ട് യു ഗ്രാമർ? ഹൂ ടോട്ട് യു ഗ്രാമർ? ഇതിലെ സഹായക്രിയ മുമ്പ് വരുന്നില്ല. ഇതിൽ സബ്ജക്റ്റ് ആരാ? ഹൂ ആണ്. ചോദ്യവാക്ക് തന്നെയാണ് സബ്ജക്റ്റ്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ സഹായക്രിയ സബ്ജക്റ്റിന് മുമ്പ് വരേണ്ട കാര്യം ഇല്ല. ഇപ്പം നിങ്ങൾക്ക് 4 വാചകം മനസ്സിലായിട്ടുണ്ടാവും. മലയാളത്തിലുള്ള വേണ്ട വിശദീകരണങ്ങൾ ഞാൻ നൽകി. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ വാചകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വാചകത്തിനെ വീണ്ടും 4 തരംതിരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ്? പദങ്ങളുടെ ക്രമം അനുസരിച്ചാണ് നമ്മൾ ഈ വാചകം അസർട്ടീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ് എന്ന് വരുന്നത്. അതേസമയം ഒരു വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസ് എന്ന് പറഞ്ഞാൽ വാക്യം എന്ന് പറഞ്ഞാൽ വാചകമല്ല. വാക്യം ഒറ്റയ്ക്ക് നിന്നാലേ വാചകമാകുന്നുള്ളൂ. അപ്പം ഒരു വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അനുസരിച്ച് വാചകത്തിനെ ഈ വാചകങ്ങളെ തന്നെ വീണ്ടും വേറൊരു പേരിൽ അറിയപ്പെടും. അതാണ് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇതാണ് 4 മറ്റു വാചകങ്ങൾ. ഇതിന് മലയാളം പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ഒക്കെ ചൂർണിക എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും മലയാളം പറയാം, ഗ്രാമറിൽ മലയാളം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കോംപ്ലക്സ് സെൻറ്റൻസിന് സങ്കീർണ വാചകം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമെന്നും അറിയില്ല. എന്തായാലും അത് നിർബന്ധമായിട്ട് മലയാളത്തിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കേട്ടില്ലേ? അതും കൂടി പറയാം. അപ്പോൾ വാചകങ്ങൾ ഇപ്പോൾ എത്ര തരമുണ്ട്? 4 തരം. പദങ്ങളുടെ ക്രമം അനുസരിച്ച് 4. അതിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടന അനുസരിച്ച് വീണ്ടും 4 തരംതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് റഹീം ഈസ് എ ഗുഡ് ബോയ് എന്നുള്ളതല്ലേ, ഇത് റഹീം എന്നുള്ള സബ്ജക്റ്റ്, ഈസ് എ ഗുഡ് ബോയ് എന്നുള്ള പ്രെഡിക്കേറ്റ്. ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇത് ഒറ്റയ്ക്ക് നിൽക്കില്ലേ? നിൽക്കും. റഹീം ഒരു നല്ല കുട്ടിയാകുന്നു, ഒറ്റയ്ക്ക് നിൽക്കും. അപ്പോൾ സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട്, ഒരു മെയിൻ ക്ലോസ് ഉണ്ട്. ഒറ്റ മെയിൻ ക്ലോസ് ഉള്ള
വാചകം സിമ്പിൾ സെൻറ്റൻസ് ആണ്. അടുത്തത് ഇതാ ഐ ആം കമ്മിങ് ഫ്രം തൃച്ചൂർ. ഐ എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, ഐ ആം കമ്മിങ് ഫ്രം തൃച്ചൂർ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. ഇതാ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ്, ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. കാരണം ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും ക്ലോസുകളുടെ ഘടന അനുസരിച്ച് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടില്ലേ? താങ്ക് യു. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം.